ഹായ്, ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വളരെയധികം സന്തോഷമുണ്ട് ഈ ഓണത്തിന് എൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നതിൽ. ഈ ഓണം എനിക്ക് സ്പെഷ്യലാണ്, കാരണം എൻ്റെ തെലുഗു മൂവി റിലീസായി. പിന്നെ ഇപ്പോൾ ഒരു തെലുഗു മൂവിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സങ്കടമുള്ളത് ഇപ്രാവശ്യത്തെ ഓണം ഹൈദരാബാദിലായിരിക്കും. ഹൈദരാബാദ് ഓണമായിരിക്കും. ഹീറോയിൻ ആവുന്നതിന് മുമ്പും ഹീറോയിൻ ആയതിനു ശേഷം പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഓണത്തിന് പഴയ പോലെ തന്നെയാണ്. വീട്ടിലെല്ലാവരും ഒരുമിച്ച് കൂടി ആഘോഷിക്കുക, ഓണക്കോടിയൊക്കെ ഇടുക, സദ്യയൊക്കെ കഴിക്കുക, അത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും പോലെ തന്നെയാണ് ഞാനും ഓണം ആഘോഷിക്കും. നാട്ടിൽ പോവുക, അവിടെ പൂക്കളിടുക. ഞാൻ ട്രിവാൻഡ്രത്താണെങ്കിൽ പോലും അച്ഛൻ്റെ വീട് കോട്ടയാണ്. അപ്പോൾ അവിടെയെന്ന് പറയുമ്പം കുമരകമാണ്. അവിടെ ഭയങ്കര വില്ലേജാണ്, ഒരു സാധാരണ ഒരു ഗ്രാമമാണ്. അവിടെ കുട്ടികളെന്ന് പറയുന്നത് അടുത്തുള്ള വീടുകളിൽ പോവുക, പൂക്കൾ പറിക്കുക, അത്തപ്പൂ ഇടുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവരുടെ കൂടെ ജോയിൻ ചെയ്യുക, അതൊക്കെ നല്ല ഓർമ്മകളാണ്. ലൈക്ക് എപ്പോഴും നമ്മൾ ചെറിഷ് ചെയ്യുന്ന ഓർമ്മകളാണ്. ആൻഡ് ഓണക്കോടിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ ഓണം എന്ന് പറയുമ്പോൾ ഈഗറായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതും ഏറ്റവും എക്സ്പെക്റ്റ് ചെയ്യുന്നതും ഓണക്കോടി തന്നെയാണ്. പണ്ട് ഞങ്ങൾ കസിൻസൊക്കെ ആയിട്ട് കോമ്പറ്റീഷൻ വയ്ക്കുമായിരുന്നു. അതായത് ആർക്കാണ് ഏറ്റവും കൂടുതൽ ഓണക്കോടി കളക്ട് ചെയ്യുന്നത്. ഇപ്പം അപ്പൂപ്പൻ, അമ്മൂമ്മ, അച്ഛനമ്മ, പിന്നെ അമ്മാവനമ്മായി, വല്യമ്മ എല്ലാവരും എടുത്തു തരുമല്ലോ ഓണക്കോടി എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും ഷെയർ ചെയ്യലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഓണക്കോടി കളക്ട് ചെയ്യുന്നവർക്ക് പ്രൈസ് ഉണ്ട് ഞങ്ങളുടെ ഇടയിൽ, പിള്ളേരുടെ ഇടയിൽ. അപ്പോൾ അതൊക്കെ നല്ല ഓർമ്മകളാണ്, ഓണക്കോടി ഓർമ്മ. മാവേലിയോട് അനുഗ്രഹം ചോദിക്കുവാണെങ്കിൽ ആ സമയം എന്ത് തോന്നുന്നു അത് ഞാൻ ചോദിക്കും. ഇപ്പോൾ തോന്നുന്നതായിരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ തോന്നുന്നത്. അതുകൊണ്ട് അത് മാവേലി വരുമ്പോൾ മാവേലിയോട് ഡയറക്റ്റായിട്ട് ചോദിക്കാം. ഓണമാവുമ്പോൾ ഓണം ആവണമെന്നൊന്നുമില്ല. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഡിഷ് എന്ന് പറയുന്നത് അവിയലാണ്. അവിയൽ സാമ്പാറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഓണം ആയാലും അല്ലെങ്കിലും എൻ്റെ വീട്ടിൽ എപ്പോഴും ഉള്ള ഒരു വിഭവമാണ് അവിയൽ. സദ്യയിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു വിഭവമാണ്. പിന്നെ സാമ്പാറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പായസത്തിനോട് അത്ര വലിയ പ്രിയമൊന്നുമില്ല, പക്ഷേ സേമിയ പായസം ഭയങ്കര ഇഷ്ടമാണ്. സോ എല്ലാവരും ഓണം നന്നായിട്ട് ആഘോഷിക്കുക, ഫാമിലിയൊക്കെ ഒത്ത് നന്നായിട്ട് ആഘോഷിക്കുക. നല്ല നല്ല മൂവീസ് ഉണ്ട്, റിലീസ് ആവുന്നുണ്ട് ഈ ഓണക്കാലത്ത്. എല്ലാ മൂവീസും നല്ല മൂവീസിനെ സപ്പോർട്ട് ചെയ്യുക ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുക.